അടുത്തതായി നന്ദി രേഖപ്പെടുത്തുവാനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റൂറൽ SP ഭാഗവതിയും അതിൻ്റെ ഭാഗമായി നന്ദി പറയുന്നതിന് ബാബുവിനെ ക്ഷണിക്കും. യോഗ നടപടികൾ അവസാനിക്കുന്നു. കാരണം അതുപോലെ റൂറൽ SP ഭാഗവതി ചെയ്യും. അപ്പോൾ അതടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ഓരോന്നായി കടന്നു പോയിട്ടുണ്ട്. ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ വളരെ അച്ചടക്കത്തോടു കൂടി വാഹനങ്ങൾ പോകുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓട്ടോ ദുരിതാശ്വാസ ഭൂമിയിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ ആലുവയിലെ ഓട്ടോ ദുരിതാശ്വാസ ആലുവയിലോ പറഞ്ഞു. നമ്മൾ നാടിനെ നടക്കിയ, കേരളത്തെ നടക്കിയ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നടക്കിയ വയനാട് ദുരന്തത്തിൽ ആലുവയിലെ ഓട്ടോ കൂട്ടം, എല്ലാ സംഘടനയിലും പെട്ട ഓട്ടോ തൊഴിലാളികൾ ഒന്നിച്ച് ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം അവർക്ക് നൽകാനായിട്ട് ഞങ്ങൾ തയ്യാറായി. അതിനു വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഓഫാണ് ഇവിടെ നടന്നത്. നമുക്ക് ചേർത്ത് പിടിക്കാം വയനാടിനെ. ഓക്കെ, ബൈ. ഫോട്ടോ എടുത്തോളാം.
ഓട്ടോ ഇന്ന് ടൗണുകളിൽ പോകുന്നുണ്ട്. ദിവസം അവരുടെ ആ വരുമാന മാർഗമൊന്നും ഇല്ലാതായി പോയാൽ അവർ അനുഭവിക്കുന്ന മാനസിക ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത് കിട്ടാത്ത എത്ര പേരുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ കൂടപ്പുറപ്പുകളാണ് അവര് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയാണ്. അവർക്ക് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. എത്ര കുട്ടികൾ 20 വയനാട് കടന്നു പോകുമ്പോൾ തീർച്ചയായും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്, മലയാളിയുടെ ബാധ്യതയാണ്. ഈ ബാധ്യത നിറവേറ്റാനായിട്ട് കേരളത്തിൻ്റെ എല്ലാ മലയാളികളും ലോകം മുഴുവനുള്ള ആളുകളും അതിനുവേണ്ടി സഹകരിക്കുമ്പോൾ ആലുവയിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ ഓട്ടക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട യൂണിയനുകളുടെ എല്ലാ നേതാക്കന്മാരും യൂണിയനൊഴികെ ബാക്കി എല്ലാ യൂണിയനും ഇന്ന് ഈ നടക്കുന്ന ഈ സംരംഭത്തിൽ ആലുവയിൽ 600-ൽ പരം ഓട്ടോറിക്ഷകൾ ഇന്ന് ആലുവ 600 ഓട്ടോ ഉണ്ട്. 600 ഓട്ടോ അതിലെല്ലാവരും പങ്കാളിയായിട്ടുണ്ട്. ഒരു രീതിയിലും ഇതില്ല, എല്ലാവരും പങ്കാളിയാണ്. അതുകൊണ്ട് ഇന്ന് ഓട്ടോയിൽ സഞ്ചരിക്കുന്ന ആർക്കും ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് ആ ചില്ലറ കൊടുക്കാം. ആ പോകുന്നത് നമ്മുടെ വയനാടിനെ, നമ്മുടെ കേരളത്തെ ചേർത്ത് പിടിക്കാനാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം വയനാട് ഞാൻ പറഞ്ഞല്ലോ, വയനാട് ഇന്ന് നമ്മൾ അനുഭവിക്കണം. ഓരോ വ്യക്തിക്കും അനുഭവം വരുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം മനസ്സിലാവുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, രാത്രി കിടന്നുറങ്ങിയ ആളുകൾ നേരം വെളുത്തി ലോകത്തില്ല. എന്തൊക്കെ നമ്മൾ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 1 രൂപക്ക് വേണ്ടി ആണെങ്കിൽ പോലും തല്ലുപിടിച്ച് ജീവിക്കണം. ഒരാളും സഹകരിക്കാൻ തയ്യാറല്ല, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ ആരും തയ്യാറല്ല. പക്ഷേ മനുഷ്യരായി നമ്മളെല്ലാവരും പഠിക്കണം. കാരണം നമ്മളാർക്കും ഒരു വിലയുമില്ല. നമ്മുടെ ആയുസ്സിന് എത്രമാത്രം സമയമുണ്ടെന്ന് അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവർ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ അവരാരുമില്ല. ഒരു വലിയൊരു സ്കൂള്, 2 ഗ്രാമങ്ങൾ, 800ഓളം കുടുംബങ്ങൾ, വീടുകൾ, 2 ഗ്രാമങ്ങൾ നമ്മുടെ മാപ്പിൽ നിന്ന് പോലും ഇല്ലാണ്ടായി. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, മലയാളിയുടെ ബാധ്യതയാണ്. അത് ആലുവയിലെ ഓട്ടക്കാർ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഓടുന്നത്. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഇന്ന് ഓടുന്ന 1 രൂപ പോലും ഞങ്ങൾ എടുക്കാതെ, ഡീസലിൻ്റെ പൈസ പോലും ഞങ്ങൾ എടുക്കാതെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി ഓടി അതിൻ്റെ ഫണ്ട് മുഴുവൻ വയനാടിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ചങ്കുകളോടൊപ്പം ഈ ഓട്ടോക്കാരോടൊപ്പം ഈ ചങ്കുകളോടൊപ്പം ആലുവയിലെ ഈ ചങ്കിനെ ഹൃദയത്തോട് ഞങ്ങൾ ചേർക്കാണ്.